ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 6th 5 ഇയർ പ്ലാൻ വരെ നോക്കിയല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ 7th 5 ഇയർ പ്ലാൻ 8th 5 ഇയർ പ്ലാനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു, നന്നായിട്ട് പഠിച്ചെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്ലാനിലേക്ക് പോകാം. 7th 5 ഇയർ പ്ലാൻ പീരീഡ് നോക്കി, ഫ്രം 1985 ടു 1990, 85 മുതൽ 90 വരെയാണ് ഏത് പീരീഡ്? 7th 5 ഇയർ പ്ലാൻ്റെ പീരീഡ്. അപ്പോൾ നമ്മൾ ഓരോ 5 ഇയർ പ്ലാനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ അതിൽ ഇടയ്ക്ക് ബ്രേക്ക് വന്ന കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. പ്ലാൻ ഹോളിഡേയുടെ കാര്യം പറഞ്ഞു, ആനുവൽ പ്ലാൻസിൻ്റെ കാര്യം പറഞ്ഞു. അതപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കുക, അത് കൃത്യമായിട്ട് പഠിക്കുകയും വേണം. അപ്പോൾ അടുത്ത് നോക്ക്, 7th 5 ഇയർ പ്ലാൻ പീരീഡ് എന്നാണ്ടേ ഫ്രം 1985 ടു 1990 ആണ്. നോക്ക്, അപ്പോൾ ഇവിടെ അതിൻ്റെ ഫോക്കസ്, ദാറ്റ് മീൻസ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 7th 5 ഇയർ പ്ലാൻ്റെ എന്തൊക്കെയാണ് ആ 5 ഇയർ പ്ലാനിൽ അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ പ്ലാൻ കൊണ്ട് ഏതൊക്കെ മേഖലകളുടെ ഡെവലപ്മെൻ്റ് ആണ് അച്ചീവ് ചെയ്യാനായിട്ട് ഈ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോക്കസ് ഏരിയ നോക്കി, റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത്, വളരെ വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ച അല്ലേ. 7th 5 ഇയർ പ്ലാൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്ടേ? റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത്, വളരെ വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ച. രണ്ടെന്താണ്? ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷിതത്വം വേണം. ഭക്ഷ്യ സുരക്ഷിതത്വം, ഫുഡ് സെക്യൂരിറ്റി ഉറപ്പാക്കണം, ഭക്ഷ്യ സുരക്ഷിതത്വം. കാരണം ആളുകൾ പോവർട്ടി അല്ലേ, ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണം? ഭക്ഷ്യ സുരക്ഷിതത്വം ഉറപ്പാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി ഉറപ്പാക്കണം. സാമൂഹിക നീതി ഉറപ്പാക്കുക. അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അടിസ്ഥാന സൗകര്യ വികസനം. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അല്ലേ, അടിസ്ഥാന സൗകര്യ വികസനം വേണം. അപ്പോൾ അതിലെന്ത് വരും? ഫുഡ്, ഷെൽട്ടർ, ഇതെല്ലാം വരും. ഷെൽട്ടർ, ക്ലോത്തിങ്, അതുപോലെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ബേസിക് എഡ്യൂക്കേഷൻ, അതുപോലെ ഹെൽത്ത് ഫെസിലിറ്റീസ്, അതുപോലെ പിന്നെന്താണ്? പിന്നെ നല്ല റോഡുകൾ അല്ലെ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, ഇതെല്ലാം വരും. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അല്ലേ, അടിസ്ഥാന സൗകര്യ വികസനം. മറ്റൊന്ന് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, മനുഷ്യവിഭവ പുരോഗതി. മനുഷ്യവിഭവ പുരോഗതി എന്ന് വെച്ചാൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ്. മനുഷ്യവിഭവം എന്ന് വെച്ചാൽ ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും അല്ലെ, പരിശീലനമൊക്കെ കൊടുത്തുകൊണ്ട് ഹ്യൂമൻ ബീയിങ്സിനെ, സാധാരണക്കാരായ മനുഷ്യരെ എന്താക്കി മാറ്റുക? ഹ്യൂമൻ റിസോഴ്സ് ആക്കി മാറ്റുക, മനുഷ്യവിഭവമാക്കി മാറ്റുക. അപ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരാണ് അല്ലേ, നമ്മളൊക്കെ ജനിച്ചു വീഴുന്ന സാധാരണക്കാരായിട്ടാണ്, വളർന്നു വരുന്ന സാധാരണക്കാരാണ്. അപ്പോൾ അവരെ നമുക്ക് എന്താക്കി മാറ്റണം? രാജ്യത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന തരത്തിൽ ഹ്യൂമൻ റിസോഴ്സ് ആക്കി മാറ്റണം, മനുഷ്യവിഭവമാക്കി മാറ്റണം. അതിനെന്താണ് വേണ്ടത്? ആ ഹ്യൂമൻ ബീയിങ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കണം, നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കണം, അതുപോലെ പിന്നെന്ത് വേണം? ആ ട്രെയിനിങ് ഒക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ അവരെന്തായി മാറുന്നു? ഹ്യൂമൻ ബീയിങ്സ് ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക. മറ്റൊന്ന് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം സാധ്യമാക്കുക അല്ലേ. മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുക, മോഡേൺ തോട്ട് അല്ലേ, ആധുനിക ചിന്തകൾ കൊണ്ടുവരിക. അതാണ് മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ റിസോഴ്സ് തന്നെ, സാധനങ്ങളും സേവനം. ഇപ്പോൾ ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളുണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഫോക്കസ് ചെയ്ത ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ത് വേണം? ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. അപ്പോൾ അതിനെന്ത്? സെൽഫ് റിലയൻസ് പ്രൊമോട്ട് ചെയ്യും. അതിലൂടെ സെൽഫ് റിലയൻസ് പ്രൊമോട്ട് ചെയ്യുന്നവർ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അവർ ഓൺ റിസോഴ്സസ്, ഇന്ത്യയുടെ സ്വന്തം വിഭവങ്ങൾ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. അതാണ് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്ക്, അപ്പോൾ കുറച്ചധികം ഫോക്കസ് ഏരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത്, ഫുഡ് സെക്യൂരിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ്. ദീസ് ആർ ദ മെയിൻ ഫോക്കസ് ഏരിയാസ് ഓഫ് ദ 7th 5 ഇയർ പ്ലാൻ. മനസ്സിലാവുമല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ പീരീഡ് മറക്കരുത്, ഫ്രം 1985 ടു 1990. ഇതാണ് 7th 5 ഇയർ പ്ലാൻ പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് നോക്കി, അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഈ 7th 5 ഇയർ പ്ലാൻ പീരീഡിൽ തുടക്കത്തിൽ എന്ന് വെച്ചാൽ 1985 ഒരു വളരെ പ്രധാനപ്പെട്ടൊരു പദ്ധതി കൊണ്ടുവന്ന ഒരു പോവർട്ടി അലിവേഷൻ പ്രോഗ്രാമാണ്. നമ്മൾ 6th 5 ഇയർ പ്ലാനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്. അപ്പോൾ അതുപോലെ ഈ 5 ഇയർ പ്ലാനിൽ 7th 5 ഇയർ പ്ലാനിൽ, അതായത് തുടക്കത്തിൽ 1985 ഇന്ത്യ ഗവൺമെൻറ് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഇറ്റ് ഈസ് കാൾഡ് ഇന്ദിരാ ആവാസ് യോജന. ഇന്ദിരാ ആവാസ് യോജന, IAY. മറക്കരുത്, വർഷം 1985 ഇന്ദിരാ ആവാസ് യോജന. 1985 ഒരു പദ്ധതി കൊണ്ടുവരുന്നു അല്ലേ. അത് ഏത് പീരീഡിലാണ്? 7th 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. അതിൻ്റെ പേരെന്താണ്ടേ? ഇന്ദിരാ ആവാസ് യോജന. അപ്പോൾ ഇത് IAY ഹൗസിംഗ് സ്കീം
അല്ലേ? എന്താണ് ഇതിന്റെ പ്രത്യേകത? IAY എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൗസിംഗ് സ്കീമാണ്. ഈ ഹൗസിംഗ് സ്കീമാണ് ലോഞ്ച് ചെയ്തത്. ഇന്ദിരാ ആവാസ് യോജന ടേമിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇന്ദിരാ ആവാസ് യോജന എന്ന് വെച്ചാൽ ദാരിദ്ര്യയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭവനം, വീടുകൾ വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത് പറയുന്നത്? ഇന്ദിരാ ആവാസ് യോജന, അല്ലെങ്കിൽ വീട് വയ്ക്കാൻ സാമ്പത്തിക സഹായം കൊടുക്കുന്ന പദ്ധതിയാണ് ഇന്ദിരാ ആവാസ് യോജന IAY എന്ന് പറയുന്നത്. അത് ലോഞ്ച് ചെയ്ത വർഷം മറക്കരുത്, കൃത്യമായി പഠിക്കുക. 1985 എന്ന് പറഞ്ഞാൽ 7th 5-year പ്ലാൻ പീരീഡിൽ, അല്ലെങ്കിൽ 7th 5-year പ്ലാന്റെ തുടക്കത്തിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. ഒരു ഹൗസിംഗ് സ്കീമാണ്, മറക്കരുത്. എന്താണ് ഒരു ഹൗസിംഗ് സ്കീം? ഭവന പദ്ധതിയാണ്. ഇനി ദ പ്രൈം മിനിസ്റ്റർ ഹു ലോഞ്ച്ഡ് ഇറ്റ്, അല്ലേ? ഇത് ലോഞ്ച് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആരാണ് ചോദിക്കാം. അപ്പൊ ഈ IAY ലോഞ്ച് ചെയ്ത പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ 7th 5-year പ്ലാൻ പീരീഡിലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. നമ്മൾ പറഞ്ഞു 84 അല്ലേ? 84 ആര് വധിക്കപ്പെടുന്നു, ആര് അസാസിനേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു? ഇന്ദിരാഗാന്ധി അസാസിനേറ്റ് ചെയ്യപ്പെട്ടു, അല്ലേ? വധിക്കപ്പെട്ടു. അപ്പോൾ അതിനുശേഷം അവരുടെ മകനായ ആര് വരികയാണ്? രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരികയാണ്. അദ്ദേഹമാണ് അമ്മയുടെ പേരിൽ എന്ത് കൊണ്ടുവരുന്നത്? ഇന്ദിരാ ആവാസ് യോജന എന്ന പദ്ധതി കൊണ്ടുവരുന്നത്. ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ദെൻ പ്രൈം മിനിസ്റ്റർ, ആ സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത്? രാജീവ് ഗാന്ധി. അപ്പോൾ ഓർക്കുക, 7th 5-year പ്ലാൻ പീരീഡിൽ ആരാണ് പ്രൈം മിനിസ്റ്റർ? രാജീവ് ഗാന്ധിയാണ്. ഇനി IAY is a sub scheme of RLEGP. നമ്മൾ കഴിഞ്ഞ 5-year പ്ലാനിൽ ഡിസ്കസ് ചെയ്തൊരു പ്രോഗ്രാമാണ് RLEGP. എന്താണ് RLEGP? റൂറൽ, അല്ലേ? ലാൻഡ് ഒന്ന് പറഞ്ഞു നോക്കിയേ. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ് എന്ന് പറയുന്നത് RLEGP എന്ന് പറയുന്നത്, അല്ലേ? അതെന്താണ്? IAY എന്ന് പറയുന്നത് ഒരു സബ് സ്കീമാണ്. ഏതിന്റെ? RLEGPയുടെ ഒരു സബ് സ്കീമാണ് എന്ന് പറയുന്നത് IAY എന്ന് വെച്ചാൽ. IAY കൊണ്ടുവന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു പ്രോഗ്രാം ആയിട്ടല്ല, ഒരു സ്വതന്ത്ര പദ്ധതിയായിട്ടല്ല IAY കൊണ്ടുവന്നത്. മുന്നേ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് RLEGP. RLEGPയുടെ ഒരു സബ് സ്കീമായിട്ടാണ്, ഉപപദ്ധതിയായിട്ടാണ് ഏത് വരുന്നത്? IAY വരുന്നത്. ഓർക്കുക. അപ്പോൾ IAY എന്ന് പറയുന്ന ഏതിന്റെ സബ് സ്കീമാണ് ചോദിക്കാം. IAY ഏതിന്റെ സബ് സ്കീമാണ്? RLEGPയുടെ സബ് സ്കീമായിരുന്നു. RLEGPയുടെ സബ് സ്കീമായിരുന്നു. ഓക്കെ. ഇനി അടുത്ത നോക്ക്. ദ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ 1985 അപ്പോൾ 7th 5-year പ്ലാന്റെ തുടക്കത്തിൽ മറ്റൊരു സ്ഥാപനം വരികയാണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കെയിം ടു എക്സിസ്റ്റൻസ്, അല്ലേ? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിങ്ങൾ കേട്ടിട്ട് കാണും, അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ, പത്രങ്ങളിലൊക്കെ ഈ സ്ഥാപനത്തെക്കുറിച്ച് വാർത്തകൾ വരാറുണ്ട്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്, നമുക്കറിയാമല്ലോ, ഈ ഓൾ ഇന്ത്യ സർവീസിലുള്ളവർ, അതുപോലെ പിന്നെ ഈ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന മറ്റ് എംപ്ലോയീസ്, അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകില്ല, അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ നൽകുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. എന്ന് വെച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ട്രൈബ്യൂണലാണ് ഏത്? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സ്ഥാപനമാണ് ഏത്? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇത് സ്ഥാപിതമാകുന്നത് 1985 7th 5-year പ്ലാനിലാണ്, 7th 5-year പ്ലാൻ പീരീഡിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് പോകാൻ. 1986 അല്ലേ? 1986 എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. അതായത് 7th 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് 2ാമത്തെ വർഷമാണ് 1986 എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രത്യേകത? എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് ഉണ്ടായത്? നോക്കി. അപ്പോൾ നോക്ക്, November 19, അതായത് 1986 November 19, 1986 November 19 ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് കെയിം ടു ഫോഴ്സ്. അപ്പോൾ ഇത് 5-year പ്ലാനുമായി ബന്ധപ്പെട്ട് അല്ലാതെയും ചോദിക്കും. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ് നിലവിൽ വന്നത്, ആ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഈ നിയമം, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1986 November 19 അപ്പോൾ ഈ 7th 5-year പ്ലാന്റെ ഒരു പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് ആണ് ഏത്? ഈ 1986 November 19 ഏത് പ്രാബല്യത്തിൽ വരുന്നു? പരിസ്ഥിതി സംരക്ഷണ നിയമം, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നു. അത് കൃത്യമായി നോട്ട് ചെയ്ത് പഠിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്ക്, 1986 തന്നെ December 24 എന്താ പ്രത്യേകത? നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം, അല്ലെ? നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കെയിം ടു ഫോഴ്സ്. മറ്റൊരു നിയമം, മറ്റൊരു പ്രധാനപ്പെട്ട നിയമം. നമ്മളൊക്കെ കൺസ്യൂമേഴ്സ് അല്ലേ? അപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട് കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് 1986 December 24 മറ്റൊരു നിയമം പ്രാബല്യത്തിൽ വരുന്നു. എന്താണ് നിയമത്തിന്റെ പേര്? നാഷണൽ
കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നു അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുന്നു. എന്നാണത്? ഡിസംബർ 24. അപ്പോൾ 86 നവംബർ 19 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നു. 86 തന്നെ ഡിസംബർ 24 അതാ മറ്റൊരു നിയമം കൂടി വരുന്നു, നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നു. ക്ലിയർ അല്ലേ? ഇനി ഒബ്സർവ്ഡ് ആസ് നാഷണൽ കൺസ്യൂമർ ഡേ, അതായത് ഈ ഡിസംബർ 24 എന്തായിട്ട് ഒബ്സർവ് ചെയ്യപ്പെടുന്നു? എന്തായിട്ട്? നാഷണൽ കൺസ്യൂമർ ഡേ, ദേശീയോപഭോക്തൃ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഡിസംബർ 24. ഡിസംബർ 24 കാരണം എന്താണ്? ആ ദിവസമാണ് ആ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത്. അതുകൊണ്ട് ഡിസംബർ 24 എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു? നാഷണൽ കൺസ്യൂമർ ഡേ, ദേശീയ ഉപഭോക്തൃ ദിനം. മറക്കരുത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഡിസംബർ 24. ഡിസംബർ 24 അടുത്ത നോക്ക്. അപ്പോൾ ഈ നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റ്സുകൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? അമെൻഡ് ചെയ്തിട്ടുണ്ട്, ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്ക്, നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അമെൻഡ്മെന്റ് ബിൽ വാസ് പാസ്ഡ് ബൈ ലോക്സഭ ഓൺ ജൂലൈ 13, 2019. അപ്പൊ നോക്ക്, ഇത് 86 ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെയാണ്. എന്നാൽ പിന്നീട് 2019 ജൂലൈ 30 എന്ത് ചെയ്തു? ഇത് അമെൻഡ് ചെയ്തു, മീൻസ് ഭേദഗതി വരുത്തി. ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി, ഭേദഗതി വരുത്തി. അതെന്താണ്? നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അമെൻഡ്മെന്റ് ബിൽ അല്ലേ? അത് കാരണം അറിയാമല്ലോ, നിയമമാവുന്നതിന് മുമ്പ് ആ ബില്ലായിട്ടാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം എവിടെയാണ്? ലോക്സഭയിലാണ് അവതരിപ്പിച്ചത്. അങ്ങനെ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ഭേദഗതി ബില്ല് അത് പാസ്സാക്കിയത് ആര് പാസ്സാക്കി? നിയമമായിട്ടില്ല. ബില്ല് ലോക്സഭ പാസ്സാക്കിയാൽ എന്താകത്തില്ല? നിയമാവോ? ഇല്ല. ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? ജൂലൈ 30, 2019. ജൂലൈ 30, 2010. അപ്പോൾ ആ നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അമെൻഡ്മെന്റ് ബില്ല് അല്ലെ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ഭേദഗതി ബില്ല് എവിടെ അവതരിപ്പിച്ചു? ലോക്സഭയിൽ അവതരിപ്പിച്ചു. എന്നാണ് അവതരിപ്പിച്ചത്? 2019 അവതരിപ്പിച്ചു. 2019 ജൂലൈയിൽ അവതരിപ്പിച്ചു. അങ്ങനെ അത് ലോക്സഭ പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ ജൂലൈ 30, 2019 ജൂലൈ 30, 2019 നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അമെൻഡ്മെന്റ് ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത്. മറക്കരുത്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ എന്താണ്? ലോക്സഭ പാസ്സാക്കിയതെന്ന്, രാജ്യസഭ പാസ്സാക്കിയതെന്ന്, പ്രസിഡന്റ് സൈൻ ചെയ്തതെന്ന്, പ്രാബല്യത്തിൽ വരുന്നത് എന്നിങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നേരത്തെയൊക്കെയാണ് പഴയ നിയമങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്? ആ ലോക്സഭ രാജ്യസഭേൻ്റെ പ്രത്യേകിച്ചുള്ള ഡേറ്റുകളൊന്നും ചോദിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ നിയമങ്ങളെല്ലാം, ഇപ്പോൾ വന്ന ഈ അമെൻമെന്റ് പിന്നെന്താണ് ഈ ഭേദഗതികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റേത് അല്ലെങ്കിൽ പുതിയ നിയമങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ലോക്സഭ പാസ്സാക്കിയതെന്ന് അങ്ങനെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത നോക്ക്, ദിസ് ബിൽ വാസ് പാസ്ഡ് ബൈ രാജ്യസഭ അല്ലേ, നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ബിൽ. ആ അമെൻമെന്റ് ബില്ല് പിന്നെ എന്ത് ചെയ്തു? രാജ്യസഭയിലേക്ക് പോയി. രാജ്യസഭ അത് പാസ്സാക്കിയെന്നാണ് ഓഗസ്റ്റ് 6, 2019. ഓഗസ്റ്റ് 6, 2019 അല്ലേ. ലോക്സഭ പാസ്സാക്കിയെന്നാണ് ജൂലൈ 30, 2019. ലോക്സഭ പാസ്സാക്കിയത് ജൂലൈ 30. ആ തൊട്ടടുത്ത മാസം എവിടെ അവതരിപ്പിച്ചു? രാജ്യസഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭ ഇത് പാസ്സാക്കിയെന്നാണ് 2019 ഓഗസ്റ്റ് 6 രാജ്യസഭ പാസ്സാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആ വർഷം രണ്ടും സെയിം ആണ്, 2019 തന്നെയാണ്. ആ ഡേറ്റ്സ് ഓർത്തിരിക്കുക. ഒന്ന് ജൂലൈ 30, മറ്റൊന്ന് ഓഗസ്റ്റ് 6. ഇനി ദ ബിൽ വാസ് സൈൻഡ് ബൈ ദ പ്രസിഡന്റ്. അപ്പൊ നിയമമാകണമെങ്കിൽ അതിൽ അത് ആരും ഒപ്പുവയ്ക്കണം? ആ ബില്ലിൽ ആരും ഒപ്പുവയ്ക്കണം? പാസ്സാക്കിയ ബില്ലുകളിൽ ബില്ലിൽ ആരും ഒപ്പുവയ്ക്കണം? പ്രസിഡന്റ് ഒപ്പുവയ്ക്കണം. ദിസ് ബിൽ വാസ് സൈൻഡ് ബൈ ദ പ്രസിഡന്റ്. എന്നാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത്? ഓഗസ്റ്റ് 9, 2019. ഓഗസ്റ്റ് 9, 2019 ഗവൺമെന്റ് പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് അതിൽ ഒപ്പുവെച്ചപ്പോൾ അത് എന്തായി മാറി? നിയമമായിട്ട് മാറി. അപ്പോൾ ഈ ബില്ലിൽ ഒപ്പുവയ്ക്കുന്ന ആരാണ്ട്? ഓഗസ്റ്റ് 9, 2019 പ്രസിഡന്റ് ഒപ്പുവെച്ചത്. അപ്പോൾ ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30. രാജ്യസഭ പാസ്സാക്കിയത് അല്ലേ, ഏത് നിയമമാണ്? മറക്കരുത്. ഏതാണ്? നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അമെൻഡ്മെന്റ് ബില്ലാണ്. ആ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 6, 2019. അത് നിയമമായത് എന്ന് വെച്ചാൽ പ്രസിഡന്റ് സൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 9, 2019. ഓഗസ്റ്റ് 9, 2019. ഇനി കെയിം ടു ഇഫക്റ്റ്. എന്നാൽ പ്രസിഡന്റ് ഒപ്പുവെച്ച് നിയമമായി, പക്ഷേ അത് പ്രാബല്യത്തിൽ വന്നില്ല. ചില നിയമങ്ങൾ എന്താണ്? പ്രസിഡന്റ് ഒപ്പുവെച്ച ആ ദിവസം തൊട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് എന്ത് ചെയ്യും? പ്രാബല്യത്തിൽ വരും. അതിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങും.
പക്ഷേ ഈ നിയമം കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് പ്രാബല്യത്തിൽ വന്നത്. തൊട്ടടുത്ത വർഷമാണിത് പ്രാബല്യത്തിൽ വന്നത്. അതിന് ചിലപ്പോൾ എന്താണ് ചില എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത് നിയമമായി, പക്ഷെ അത് പ്രാബല്യത്തിൽ വന്നത് ജൂലൈ 20, 2020 കുറച്ച് ലേറ്റ് ആയിട്ടാണ് അത് പ്രാബല്യത്തിൽ വന്നത്. അത് പിന്നെ എന്താണത് സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതെന്താണ് എല്ലാം നിയമം എന്താണ് പ്രസിഡന്റ് ഒപ്പോയ്ക്ക് ആ നിമിഷം തൊട്ട് പ്രാബല്യത്തിൽ വരണമെന്നില്ല. ഇതെന്ത് ചെയ്തു പ്രാബല്യത്തിൽ വന്നത് ജൂലൈ 20, 2020 അപ്പോൾ നോക്കടേ 4 ഡേറ്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ലോക്സഭ പാസാക്കിയതെന്ന്, രാജ്യസഭ പാസാക്കിയത്, പ്രസിഡന്റ് സൈൻ ചെയ്തത്, ഇനി പ്രാബല്യത്തിൽ വന്നത് 2020 ജൂലൈ 20 2020 ജൂലൈ 20 അത് പ്രാബല്യത്തിൽ വന്നത്, മറക്കരുത്. ഓക്കെ, ഇനി നോക്ക്. ഇനി അടുത്ത നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് 2019 നിൽക്കുകയാണ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? 7th 5 Year Plan 1986 നിന്നാണ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ അമെൻമെന്റ് കൂടിയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് 7th 5 Year Plan 1986 തന്നെ പോകുന്നു. 1986 മറ്റൊരു പ്രത്യേകത എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം കെയിം ഇൻ ടു ഫോഴ്സ്. ദേശീയ വിദ്യാഭ്യാസ നിയമം നയം, ദേശീയ വിദ്യാഭ്യാസ നയം പ്രാബല്യത്തിൽ വന്നു. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പ്രാബല്യത്തിൽ വരുന്നു. 86. അപ്പോൾ 7th 5 Year Plan പീരീഡിൽ നമ്മളൊരു പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നു, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ്. അത് 7th 5 Year Plan പീരീഡിൽ 1986 ഓക്കെ, ഇനി ഇതാ അടുത്ത മറ്റൊരു പ്രത്യേകത, ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് കെയിം ടു ഫോഴ്സ്. ഇതാ മറ്റൊരു പ്രത്യേകത 86 ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ചൈൽഡ് ലേബർ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ 86 ശ്രദ്ധിച്ചാൽ അറിയാം ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കപ്പെടുന്നുണ്ട് അല്ലേ? ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കി, അതുപോലെ നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കി, അതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നു. അതാ മറ്റൊരു പ്രധാനപ്പെട്ട നിയമം ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ബാലവേല നിരോധന നിയമം, ബാലവേല നിരോധിക്കുന്ന നിയമം, നിരോധന നിയമം 86 നിലവിൽ വരികയാണ്. 86 മറക്കരുത്, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് കെയിം ടു ഫോഴ്സ് ഇൻ 1986. ഏത് 5 Year Plan പീരീഡിലാണ്? ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ദ 7th 5 Year Plan അല്ലേ? ഓക്കെ, അപ്പോൾ നിയമങ്ങളൊന്നും മറക്കരുത്, ഇതെല്ലാം 86 ഇനി നോക്ക്, ഇതും അമെൻഡ് ചെയ്തു പിന്നീട് കേട്ടോ. അപ്പോൾ നോക്ക്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമെൻമെന്റ് ആക്ട്, അത് ഭേദഗതി ചെയ്ത് ആ നിയമത്തിന് വേറെ പേര് കൊടുത്തു കേട്ടോ. അപ്പോൾ അവന്റെ പേരെന്തായി മാറി? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ, ബാലവേല നിരോധിക്കുന്നു അതുപോലെ നിയന്ത്രിക്കുന്ന ഭേദഗതി നിയമം. അത് വന്നത് എന്നാണ്? 2016 2016 മറക്കരുത്. അപ്പോൾ ഈ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് അമെൻഡ് ചെയ്തത് എന്നാണ്, ഭേദഗതി വരുത്തി എന്നാണ് ചോദിച്ചാൽ 2016 ഓർത്തിരിക്കുക എളുപ്പമാണ്. 86 ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് 86. അത് 2016 എന്ത് ചെയ്തത്? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമെൻമെന്റ് ആക്ട് എന്ന് വെച്ചാൽ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് അമെൻഡ് ചെയ്തു. അപ്പോൾ അമെൻഡ് ചെയ്തപ്പോൾ അതിന്റെ പേരെന്തായിട്ട് വന്നു? അതിന്റെ പേരിൽ ചെറിയൊരു മാറ്റമുണ്ട്. ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നു. അത് അമെൻഡ് ചെയ്ത് എന്നാണ്? 2016. ക്ലിയർ ആണല്ലോ? ഇനിതാ 86 മറ്റൊരു പ്രത്യേകത, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആക്ട്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആക്ട്, NSG ആക്ട് എന്ന് പറയും. NSG കേട്ടിട്ടുണ്ടോ? NSG നമ്മുടെ പ്രധാനമന്ത്രി, അതുപോലെ VVIPs ഉണ്ടല്ലോ, പ്രധാനമന്ത്രി, അതുപോലെ ആഭ്യന്തരമന്ത്രി, അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റ് ഒക്കെ വരുന്ന സമയത്ത് ഇവരോടൊപ്പം എന്താണ്? സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അവരെയാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്നത്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG എന്ന് പറയും, NSG കമാൻഡോസ് എന്ന് പറയും. അപ്പോൾ ആ NSG ആക്ട്, അവരുമായി ബന്ധപ്പെട്ട ആ NSG ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് വന്നതും എന്നാണ്? 86 7th 5 Year Plan പീരീഡിലാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആക്ട്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആക്ട് എന്ന് പറയും. അത് പ്രാബല്യത്തിൽ വന്നതും എന്നാണ്? ഈ 86. അപ്പോൾ 86 ഒരുപാട് നിയമങ്ങൾ അല്ലെങ്കിൽ നയങ്ങൾ വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക, ഓരോന്നും ഓർഡറിൽ എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ അത് നിലവിൽ വന്ന വർഷം, അതുപോലെ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ്, അതുപോലെ പിന്നെ എന്താണ്, പിന്നെ അത് ഏത് 5 Year Plan പീരീഡിലെന്നും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത നമ്മൾ 85 കഴിഞ്ഞു. 86 അടുത്ത വർഷം 87 പോവുകയാണ്. 7th 5 Year Plan 1987 പോകും. 87 നോക്കാം. ദ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സ്കീം കെയിം ഇൻ ടു ഇഫക്റ്റ്. അപ്പൊ 87 ഒരു പ്രത്യേകത എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സ്കീം കെയിം ടു ഇഫക്റ്റ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സ്കീം അല്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സ്കീം കെയിം ടു ഇഫക്റ്റ്. എന്ന് വെച്ചാൽ
സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അതിൻ്റെ ഒരു ക്യാമ്പയിനോടുകൂടി വന്നൊരു പദ്ധതിയാണ് ഏത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സ്കീം എന്ന് പറയും. മനസ്സിലായില്ലേ? അതായത് സ്കൂളുകളിൽ എന്ത് മെച്ചപ്പെടുത്തുക? സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് മെച്ചപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക. എന്നുവെച്ചാൽ നല്ല സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ നല്ല ടോയ്ലറ്റുകൾ, അതുപോലെ പിന്നെ എന്താണ്, നല്ല കെട്ടിടങ്ങൾ, ഇതൊക്കെ കൊണ്ടുവരിക. അതാണ് ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സ്കീം എന്ന് പറയുന്നത്. അത് പ്രാബല്യത്തിൽ വന്നത് 87-ലാണ്. മറക്കരുത്, 87-ലാണ്. കാരണം അതിന് മുമ്പേ നമ്മൾ 86-ലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു നയം പഠിച്ചു, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986. അതുമായി ബന്ധപ്പെട്ടാണ് ആ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ട് എന്ത്? സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സ്കീം വരുന്നത്. അപ്പോൾ അത് 87-ലാണ് നടപ്പിലാക്കിയത്. അപ്പോൾ നോക്ക്, ഇൻ കണക്ഷൻ വിത്ത്, ഇത് വരുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ്? ഇൻ കണക്ഷൻ വിത്ത് ദ 1986 നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ, 86-ലെ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞില്ലേ? ആ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് മെച്ചപ്പെടുത്താനായിട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം ഏത് വർഷം വരുന്നു? 86-ലല്ല വരുന്നത്, 87-ലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി 87-ൽ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം എന്താണ്? ഫസ്റ്റ് ATM വാസ് ഇൻസ്റ്റാൾഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിതമാകുന്നു, അല്ലേ? ATM നിലവിൽ വരുന്നു. നമ്മളിപ്പോൾ എപ്പോഴും നമ്മളെ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് എന്ന് പറയുന്നത് ATM എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM നിലവിൽ വരുന്നത് 87-ലാണ്. ഇത് 7th 5-year പ്ലാനിലാണ്. ഇനി ഇത് എവിടെയാണ് വന്നത്? ആരാണ് കൊണ്ടുവന്നത്? നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എക്സാമുകൾക്ക്. ഇൻസ്റ്റാൾഡ് ബൈ HSBC, അല്ലെ? HSBC എന്ന് പറയുന്ന ബാങ്കാണ്, അല്ലേ? അപ്പോൾ HSBC ബാങ്കാണ് എന്ന് പറയുന്നത്. ഈ ATM ഇൻസ്റ്റാൾ ചെയ്ത ബാങ്ക് എന്ന് പറയുന്ന HSBC ബാങ്കാണ്. ഹോങ്കോങ് ആൻഡ് ഷാങ്കായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്ന് പറയും. ഹോങ്കോങ് ആൻഡ് ഷാങ്കായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു ഫോറിൻ ബാങ്കാണ്. അവർ എന്ത് ചെയ്യുന്നു? ഒരുപാട് ഫോറിൻ ബാങ്ക്സുകൾ ഇന്ത്യയിൽ 10-40ഓളം ഫോറിൻ ബാങ്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടക്ക കാലഘട്ടത്തിൽ വന്നൊരു ബാങ്കാണ് HSBC എന്ന് പറയുന്നത്. ആ HSBC മുംബൈയിലാണ് ആദ്യമായിട്ട് എന്ത് കൊണ്ടുവന്നത്? ATM സ്ഥാപിച്ചത്. ആദ്യത്തെ ATM, ഇന്ത്യയിൽ ആദ്യത്തെ. ഇപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ATM അല്ലേ ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ATM സ്ഥാപിച്ചത് മുംബൈയിലാണ്. അത് ഏത് ബാങ്കാണ് സ്ഥാപിച്ചത്? HSBC എന്ന് പറയുന്ന ബാങ്കാണ്. HSBC, ഹോങ്കോങ് ആൻഡ് ഷാങ്കായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഹോങ്കോങ് ആൻഡ് ഷാങ്കായ് ബാങ്കിങ് കോർപ്പറേഷൻ. അപ്പോൾ ആദ്യത്തെ ATM ആണ് സ്ഥാപിച്ചത്. ഓക്കെ, അത് 87-ലാണ്. മറക്കരുത്, 87-ലാണ്. അപ്പോൾ 87-ൽ ഒരുപാട് കാര്യങ്ങൾ, 86-ൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? നമുക്ക് ഓർത്തിരിക്കാൻ പ്രയാസമാണ്. ഏതൊക്കെയാണ്? പിന്നെ ഒരുപാട് നിയമങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എപ്പോഴും PSC ക്വസ്റ്റ്യൻ ഓർക്കുക, നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നതായിരിക്കും അവരാദ്യമേ ചൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക. 86-ൽ കുറേ നിയമങ്ങൾ പഠിച്ചു, അത് കൃത്യമായിട്ട് പഠിക്കുക. 87-ൽ 2 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സ്കീമും, അപ്പോൾ അതുപോലെ എന്താണ് ആദ്യത്തെ ATM-ഉം നിലവിൽ വന്നു. കൊണ്ടുവന്ന ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു, എവിടെയാണ് ആദ്യമായിട്ട് വന്നതെന്നും പറഞ്ഞു. ക്ലിയർ അല്ലേ? അടുത്ത നമ്മൾ 88-ലേക്ക് പോകുന്നു. 88, അല്ലേ? 85, 86, 87, 88 നോക്കാം. 1988 ഏപ്രിൽ 12-ന് ഇതാ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം, എപ്പോഴും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്, പത്രത്തിലൊക്കെ വാർത്ത വരുന്ന ഒരു സ്ഥാപനമാണ് സെബി നിലവിൽ വന്നു. ഇപ്പൊ അടുത്ത സമയത്ത് നടന്ന എക്സാമുകൾക്കൊക്കെ ഈ സെബിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ ഫുൾ ഫോം എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇപ്പൊ നിങ്ങൾ ഏത് ലെവൽ എക്സാം എടുത്ത് നോക്കിയാലും സെബിയുടെ ഒരു ക്വസ്റ്റ്യൻ കാണും, സെബിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് സെബിയിൽ നിന്ന്. അപ്പോൾ എന്താണ് സെബിയുടെ ഫുൾ ഫോം? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഓഹരി കമ്പോളം ഉണ്ടല്ലോ, ഓഹരി വിപണി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിന്റെ ഫുൾ ഫോം കൂടി പഠിക്കണേ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അത് എന്നാണ് നിലവിൽ വന്നത്? ഇൻ 1988 ഏപ്രിൽ 12-നാണ് നിലവിൽ വന്നത്. അല്ലെ, അത് നിലവിൽ വന്നത് 1988 ഏപ്രിൽ 12-ലാണ് നിലവിൽ വന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. മറക്കരുത്, 88 ഏപ്രിൽ 12-ന്. ഇനി
സെബീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. മുംബൈ. ഒട്ടുമിക്ക ധനകാര്യ സ്ഥാപനങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് മുംബൈ എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പൊ 88 ഏപ്രിൽ 12 സെബി നിലവിൽ വരുന്നത്. എവിടെയാണ് അതിന്റെ ആസ്ഥാനം? മുംബൈയാണ് അതിന്റെ ആസ്ഥാനം. എന്നാൽ സെബിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് പോവാം. നോക്ക്, സെബി റിസീവ്ഡ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ഇൻ 1992. അപ്പൊ 88 സെബി നിലവിൽ വരുന്നതെങ്കിലും അതിനെന്താണ്? ഒരു നിയമപരിരക്ഷ ലഭിക്കുന്നത്, ഒരു നിയമവിധേയമായ സ്ഥാപനമായി മാറുന്ന സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ഒരു ഔദ്യോഗിക സ്ഥാപനമായിട്ട് അത് മാറുന്നത്, പരിരക്ഷയുള്ള നിയമാധിഷ്ഠിതമായിട്ടൊരു സ്ഥാപനമായി മാറുന്നത് 1992 1992 ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ്, ഒരു ഔദ്യോഗിക സ്ഥാപനമായിട്ട്, ഒഫീഷ്യൽ സ്ഥാപനമായിട്ട്, ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്ഥാപനമായിട്ട് അതിനെ അംഗീകരിച്ചത് 92 മനസ്സിലായല്ലോ. അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ 88 കാണില്ല, സെബി കെയിം ടു എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ചോദിക്കുക, അല്ലെങ്കിൽ സെബി കെയിം ടു ഇഫക്റ്റ് എന്ന് പറഞ്ഞ് 88 കാണില്ല, 92 കാണും. അപ്പോൾ നമുക്ക് ഏത് എഴുതാം? 92 നമുക്ക് എഴുതാം. പക്ഷേ യഥാർത്ഥത്തിൽ സെബി നിലവിൽ വന്നത് 88 എന്നാൽ അതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ലഭിച്ചത്, അല്ലെ, ഒരു ഔദ്യോഗിക പദവി ലഭിച്ചത് എന്നാണ് 92 92 മറക്കരുത്, 92 4 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇനി അടുത്ത സമയത്ത് നടന്നൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് കറണ്ട് ചെയർമാൻ ഓഫ് സെബി. കറണ്ട് അഫയേഴ്സിലൊക്കെ ചോദിക്കും കറണ്ട് ചെയർമാൻ ഓഫ് സെബി. സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്ടേ? പേരൊന്ന് വായിച്ചേ. തുഹിൻ കാന്ത പാണ്ഡെയാണ്. തുഹിൻ കാന്ത പാണ്ഡെയാണ് ഇപ്പോഴത്തെ സെബിയുടെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. തുഹിൻ കാന്ത പാണ്ഡെ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? സെബി നിലവിൽ വന്നത് എന്നു പറഞ്ഞു. അപ്പൊ സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്താണെന്ന് എവിടെയാണെന്ന് പറഞ്ഞു. അതുപോലെ സെബി സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ലഭിച്ചത് 1992 അതുപോലെ സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. മറക്കരുത്, കറണ്ട് അഫയേഴ്സിലൊക്കെ ചോദിക്കും, ഉറപ്പാണ്. തുഹിൻ കാന്ത പാണ്ഡെ ഇപ്പൊ നടന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, ഈ പേര് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്ക്, 88 മറ്റൊരു പ്രത്യേകത, ലക്ഷം കിണർ പദ്ധതി. ലക്ഷം കിണർ പദ്ധതി അല്ലെങ്കിൽ മില്യൺ വെൽ സ്കീം എന്ന് പറയും. ലക്ഷം കിണർ പദ്ധതി അല്ലെങ്കിൽ മില്യൺ വെൽ സ്കീം എന്ന് പറയും. അത് പ്രാബല്യത്തിൽ വന്നതും 88 കെയിം ടു ഇഫക്റ്റ്. അപ്പോൾ ലക്ഷം കിണർ പദ്ധതി, മില്യൺ വെൽ സ്കീം കെയിം ടു ഇഫക്റ്റ് ഇൻ 1982. ലക്ഷം കിണർ, ആളുകൾക്ക് കുടിവെള്ള സൗകര്യങ്ങൾ എത്തിക്കാൻ. കാരണം ഇന്നത്തെ അവസ്ഥയൊന്നും അല്ലല്ലോ ആ കാലഘട്ടത്തിൽ കുടിവെള്ള, ഇന്നും അങ്ങനെയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, ഇപ്പൊ മഹാരാഷ്ട്രയിലൊക്കെ നോക്കിയാലും കുടിവെള്ളത്തിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അവർ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ 7 to 5 year പ്ലാൻ പീരീഡിൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അപ്പോൾ എന്തായിരുന്നു? ഗവൺമെന്റ് ഒരു സ്കീം കൊണ്ടുവന്നു, മില്യൺ വെൽ സ്കീം എന്ന് പറയുന്ന ഒരു കുടിവെള്ള പദ്ധതി. അതാണ് ലക്ഷം കിണർ പദ്ധതി. നിലവിൽ വന്നതും 88 നോക്ക്, ഈ പദ്ധതിയുടെ മറ്റൊരു പേരുണ്ട് ജൽധാര യോജന. ജൽധാര, തുടക്കത്തിൽ അതിനെ എന്തെന്നറിയപ്പെട്ടിരുന്നു? ജൽധാര യോജന എന്നും വിളിച്ചിരുന്നു. അപ്പൊ ലക്ഷം കിണർ പദ്ധതി അല്ലെങ്കിൽ മില്യൺ വെൽ സ്കീമിന്റെ മറ്റൊരു പേരെന്താണ്ട്? ജൽധാര യോജന. ജലധാര യോജന അല്ലെ, ജൽധാര യോജന എന്ന് അറിയപ്പെടുന്നു. ഇനി നോക്ക്, മെയ് 5 1988 മെയ് 5 മറക്കരുത്, മെയ് 5 നാഷണൽ ലിറ്ററസി മിഷൻ കെയിം ടു ഫോഴ്സ്. അതായത് സാക്ഷരത പരിപോഷിപ്പിക്കുക, ഇല്ലിറ്ററസി ഇല്ലാതാക്കുക, നിരക്ഷരത ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് നാഷണൽ ലിറ്ററസി മിഷൻ അല്ലെ, ദേശീയ സാക്ഷരതാ മിഷൻ എന്ന് പറയും. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നു. എന്നാണ്? മെയ് 5 1982 1988 മെയ് 5 ഇതാ നാഷണൽ ലിറ്ററസി മിഷൻ എന്ന് പറയുന്ന ഒരു ഇല്ലിറ്ററസി ഇല്ലാതാക്കുക, നിരക്ഷരത ഇല്ലാതാക്കുക, സാക്ഷരത നേടിയവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വരുന്നു. എന്നാണത്? മെയ് 5 1982 1988 മെയ് 5 നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ 88 എന്തൊക്കെയാണ് പ്രത്യേകത എന്നോട് നമുക്ക് നോക്കാം, പെട്ടെന്ന് നോക്കാം. നോക്കി, 88 സെബി, 88 ഏപ്രിൽ 12 സെബി വരുന്നു. മുംബൈയാണ് അതിന്റെ ആസ്ഥാനം. അതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ലഭിച്ചത് 92 ഇപ്പോഴത്തെ സെബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് തുഹിൻ കാന്ത പാണ്ഡെയാണ്. ഇതൊക്കെയാണല്ലോ, ഇത് ഒരുമിച്ച് ഒറ്റ ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി 88 മറ്റൊരു പ്രത്യേകതയാണ്, മറ്റൊരു സ്കീം വന്നു, ലക്ഷം കിണർ പദ്ധതി അല്ലെങ്കിൽ മില്യൺ സ്കീം അല്ലെ, മില്യൺ വെൽ സ്കീം എന്ന് പറയും. മില്യൺ വെൽ സ്കീം എന്ന് പറയും. അതിന് മറ്റൊരു പേര് കൊണ്ട് ജലധാര യോജന. അത് 7 to 5 year പ്ലാനിലാണ്. ദാറ്റ് മീൻസ് കൃത്യമായി പറഞ്ഞാൽ 88 സ്കീം വരുന്നത്.
ഇനി 88 മെയ് 5 അതായത് 75 ഇയർ പ്ലാൻ പീരീഡിൽ തന്നെ നമ്മുടെ രാജ്യത്തെ നിരക്ഷരത ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഇതാ മറ്റൊരു സ്ഥാപനം വരുന്നു, നാഷണൽ ലിറ്ററസി മിഷൻ. നാഷണൽ ലിറ്ററസി മിഷൻ മെയ് 5 നിലവിൽ വരുന്നു. ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. പ്രധാനമായിട്ട് 3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ: സെബിയുടെ കാര്യം, മില്യൺ വെൽ സ്കീമിൻ്റെ, അതുപോലെ നാഷണൽ ലിറ്ററസി മിഷൻ. ഇങ്ങനെ ഓരോ വർഷവും പ്രത്യേകം പഠിച്ചു വയ്ക്കുക. നിങ്ങൾ റാങ്ക് ഫയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 75 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോയിന്റ്സ് മാത്രം വെറുതെ ആഡ് ചെയ്തെത്തേയുള്ളൂ. ഈ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വർഷവും തിരിച്ചൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഇത് കൃത്യമായിട്ട് നോട്ടിൽ ഓരോ വർഷവും എഴുതി തന്നെ സെപ്പറേറ്റ് പഠിക്കുക. അത് നിങ്ങൾക്ക് പ്രയോജനം, എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നു 89ലേക്ക് പോവുകയാണ്. നമ്മൾ അവസാന വർഷങ്ങളിലേക്ക് പോവുകയാണ്. ഏതിൻ്റെയാണ്? 75 ഇയർ പ്ലാന്റെ അവസാന വർഷങ്ങളിലേക്ക് പോവുകയാണ്. നോക്കി, ജവഹർ റോസ്ഗാർ യോജന ഈ കാലഘട്ടത്തിൽ 89 ഏപ്രിൽ 1 പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. 1989 ഏപ്രിൽ 1 മറ്റൊരു പദ്ധതി വരുന്നു. ഒരു തൊഴിൽ പദ്ധതി വരികയാണ്. പോവർട്ടി ഇല്ലാതാക്കാനായിട്ട്, ആളുകളുടെ സ്വയം തൊഴിൽ പരിപോഷിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടൊരു പദ്ധതി വരുന്നു, ജവഹർ റോസ്ഗാർ യോജന. ജവഹർ റോസ്ഗാർ യോജന നമുക്ക് എന്തെന്ന് വിളിക്കാം? JRY എന്ന് വിളിക്കാം. JRY, ജവഹർ റോസ്ഗാർ യോജന. എന്നാണ്ട് പ്രാബല്യത്തിൽ വന്നത്? 1989 ഏപ്രിൽ 1 1989 ഏപ്രിൽ 1 നിലവിൽ വരുന്നത്. അപ്പൊ ഈ പദ്ധതിയുടെ പ്രത്യേകത നോക്ക്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് NREP, അല്ലേ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അതുപോലെ നമ്മൾ ഇവിടെയും പഠിച്ചു, അല്ലേ, എന്താണ് IAY, ഏതിന്റെയാണ്? RLEGPയുടെ സബ് സ്കീമാണെന്ന് പഠിച്ചു. ഈ RLEGP നേരത്തെയാണ് വരുന്നത്. RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഈ 2 പദ്ധതികളും NREPയും RLEGPയും കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് ഏത് വരുന്നത്? ജവഹർ റോസ്ഗാർ യോജന വരുന്നത്. ഓർക്കുക, ഏതൊക്കെയാണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും കൂടി മെർജ് ചെയ്തുകൊണ്ട് 1989 ഏപ്രിൽ 1 പുതിയൊരു പദ്ധതി വരുന്നു. ഇറ്റ് ഈസ് കാൾഡ് ജവഹർ റോസ്ഗാർ യോജന, JRY എന്നറിയപ്പെടുന്നത്. ജവഹർ റോസ്ഗാർ യോജന, JRY മറക്കരുത്. ഏതൊക്കെ ലയിപ്പിച്ചുകൊണ്ടാണ്? NREPയും RLEGPയും. അപ്പോൾ NREP ഓപ്ഷനിൽ തരും. NREP ഇനി ഏത് സ്ഥാപനവുമായിട്ടാണ് ലഭിച്ചത്? മറ്റൊരു സ്ഥാപനം RLEGP, മറന്നു പോകരുത്. NREPയും RLEGPയും ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. 83 മറ്റല്ലേ ഇത് നിലവിൽ വരുന്നത്, NREPയും RLEGPയും. അത് രണ്ടും കൂടി ലയിപ്പിച്ചുകൊണ്ടാണ് JRY എന്നാണ്ട് നിലവിൽ വരുന്നത്. 1989 ഏപ്രിൽ 1 JRY വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇത് കൊണ്ടുവന്ന പ്രധാനമന്ത്രി ആരാണ്ട്? രാജീവ് ഗാന്ധിയാണ്. കാരണം 75 ഇയർ പ്ലാനിൽ ആരാണ്? രാജീവ് ഗാന്ധിയാണ് പ്രൈം മിനിസ്റ്റർ. ഇത് കൊണ്ടുവന്ന പ്രൈം മിനിസ്റ്റർ ആരാണ്? മറ്റാരുമല്ല, രാജീവ് ഗാന്ധിയാണ് കൊണ്ടുവരുന്നത്. ഇനി നോക്ക്, ദ സ്കീംസ് NREP വന്ന വർഷം അവിടെ കൊടുത്തിട്ടുണ്ട്. 1980 NREP വരുന്നത്. RLEGP എന്നാണ് 1983 RLEGP വരുന്നത്. വേർ മെർജ്ഡ് ടു ഫോം ദ സിംഗിൾ സ്കീം JRY. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ NREPയും RLEGP കൂടെ മെർജ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ സ്കീമായി മാറി. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ജവഹർ റോസ്ഗാർ യോജന എന്ന് വിളിക്കുന്നത്. അത് 89 ഏപ്രിൽ 1 89 ഏപ്രിൽ 1 NREP വരുന്നത്. 80 RLEGP 83 പിന്നീട് 89 JRY ആയിട്ട് മാറുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി 1989 ഒക്ടോബർ മാസത്തിൽ 1989 ഒക്ടോബർ മാസത്തിൽ ഇതാ മറ്റൊരു പദ്ധതി വരുന്നു. എന്താണ് അതിന്റെ പേര്? ആ പദ്ധതിയുടെ പേരെന്താണ്ടേ? NRY എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി വരുന്നു. ഒക്ടോബർ മാസത്തിൽ NRY എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി. എന്താണ് NRY? നെഹ്റു റോസ്ഗാർ യോജന. എല്ലാം കൂടി തിരിഞ്ഞു പോരുത്. JRY എന്താണ്? ജവഹർ റോസ്ഗാർ യോജന. NREPയും RLEGPയും കൂടെ മെർജ് ചെയ്ത് കൊണ്ടുവന്നതാണ് 89 ഏപ്രിൽ 1. അതേ 89 തന്നെ ഒക്ടോബർ മാസത്തിൽ ഇതാ പുതിയൊരു പദ്ധതി വരുന്നു. നെഹ്റു റോസ്ഗാർ യോജന വാസ് ലോഞ്ച്ഡ്. NRY, നെഹ്റു റോസ്ഗാർ യോജന. ജവഹർ റോസ്ഗാർ യോജന, അതുപോലെ എന്താണ്? നെഹ്റു റോസ്ഗാർ യോജന. ഇതിന്റെ ഉദ്ദേശം എന്താണ്? NRY വാസ് എ സ്കീം ലോഞ്ച്ഡ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഇൻ അർബൻ ഏരിയാസ്. ഓർക്കുക, അർബൻ ഏരിയാസ്. JRY എങ്ങനെയല്ല, JRY എല്ലാ ഏരിയാസിലും, പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിന് പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല. ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്ന പദ്ധതി. എന്നാൽ ഈ NRY എന്ന് പറയുന്നത്, നെഹ്റു റോസ്ഗാർ യോജന എന്ന് പറയുന്നത് ഒരു എംപ്ലോയ്മെന്റ് പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു പദ്ധതിയാണ്. അത് എവിടെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ? ഇൻ അർബൻ ഏരിയാസ്. ഓർക്കുക, നോട്ട് ചെയ്യുക.
നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് ഏത്? NRY, നെഹ്റു റോസ്ഗാർ യോജന. അതെവിടെയുള്ളവർക്കാണ്? അർബൻ ഏരിയാസിലുള്ളവർക്കാണ്. അർബൻ അല്ലെ, നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് മാത്രം, നഗരപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് നെഹ്റു റോസ്ഗാർ യോജന. അത് ഒക്ടോബർ 1989 വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി The Prime Minister from December 2, 1989 to November 10, 1990 ആരായിരുന്നു? VP സിംഗ്. അപ്പോൾ ഈ എൻ്റെ അർത്ഥം 7ാം പദ്ധതി അവസാനിക്കുന്നപ്പോൾ രാജീവ് ഗാന്ധി രാജിവെക്കുകയും അപ്പോൾ പുതിയൊരു പ്രധാനമന്ത്രി വരികയും ചെയ്യുന്നു. എന്താണ് അവിടെ നടന്ന ആ സമയത്ത് 89 പുതിയ ഇലക്ഷൻ വരികയാണ്. 89 ആ ടേം അവസാനിച്ച് 84 തൊട്ട് രാജീവ് ഗാന്ധിയല്ലേ വരുന്നത്. അപ്പോൾ അവിടെ അവസാനിക്കുകയും ലോക്സഭാ ഇലക്ഷനിൽ എന്ത് ചെയ്തു? കോൺഗ്രസിന് ഭരണം നഷ്ടമാവുകയും പുതിയൊരു പ്രധാനമന്ത്രി വരുന്നു. ആരാണ്? VP സിംഗ്. ഒരു കൊയിലീഷൻ ഗവൺമെന്റ് ആണ് കേട്ടോ, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുമായിട്ട് ആര് വരുന്നു? VP സിംഗ്. അപ്പോൾ 7ാം പദ്ധതി അവസാനിക്കുന്ന സമയത്ത് പുതിയൊരു മന്ത്രിസഭയാണ്, പുതിയൊരു പ്രധാനമന്ത്രിയാണ് വരുന്നത്. അപ്പോൾ 7ാം പദ്ധതിയിൽ 2 പ്രൈം മിനിസ്റ്റർ ഓർക്കുക. ഒന്ന് രാജീവ് ഗാന്ധിയാണ് പിന്നെ എന്താണ് പ്ലാനിൽ അവസാനം വരെയുള്ളത്. എന്നാൽ അവസാന കാലഘട്ടത്തിൽ 75 പ്ലാന്റ് അവസാനമായപ്പോഴേക്കും പുതിയൊരു പ്രധാനമന്ത്രി വരികയാണ്, VP സിംഗ്. എന്ന് വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം? ഡിസംബർ 2, 1989 മുതൽ നവംബർ 10, 1990 വരെയാണ് അല്ലേ? ഡിസംബർ 2, 1989 തൊട്ട് നവംബർ 10, 1990 വരെയാണ്. എന്നുവെച്ചാൽ വളരെ കുറച്ച് കാലം മാത്രമേ ആര് പ്രധാനമന്ത്രിയായിരുന്നുള്ളൂ? VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിനും രാജിവെക്കേണ്ടി വന്നു പിന്നീട്. കാരണം അദ്ദേഹത്തിനും എന്ത് നഷ്ടപ്പെടുന്നുണ്ട്? അദ്ദേഹത്തിന് അവിശ്വാസം കൊണ്ട്. മൊറാർജി ദേശായി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കൊയിലീഷൻ ഗവൺമെന്റ് ആണ് അദ്ദേഹത്തിന് പിന്തുണ പിൻവലിച്ചതുപോലെ VP സിംഗിനെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലും ഘടകകക്ഷികൾ പിന്തുണ പിൻവലിച്ച് അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചു കാലം മാത്രമേ ഇരിക്കാൻ പറ്റിയുള്ളൂ. അങ്ങനെ ഡിസംബർ 2, 1989 മുതൽ നവംബർ 10, 1990 വരെ രാജീവ് ഗാന്ധിയുടെ സ്ഥാനം നഷ്ടമാവുകയും VP സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറി. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത്, കാലഘട്ടം പഠിച്ചില്ലേലും കൃത്യമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, 75 ഇയർ പ്ലാൻ പീരീഡിൽ 2 പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ട്. കൂടുതലും ആര് തന്നെയാണ്? രാജീവ് ഗാന്ധി തന്നെയാണ്. 75 പ്ലാന്റെ അവസാന ഘട്ടത്തിൽ പുതിയൊരു പ്രൈം മിനിസ്റ്റർ വരുന്നു. ആരാണ്? VP സിംഗ്. മറക്കരുത്, VP സിംഗ്. ഓക്കെ. ഇനി ഇന്ത്യ അച്ചീവ്ഡ് പ്രോഗ്രസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ 75 ഇയർ പ്ലാൻ പീരീഡ് ഇന്ത്യ അച്ചീവ്ഡ് പ്രോഗ്രസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. ഇന്ത്യ ഗതാഗത രംഗത്തും അതുപോലെ എന്താണ് വാർത്താവിനിമയ രംഗത്തും. കാരണം ഈ 75 ഇയർ പ്ലാന്റെ ഫോക്കസിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിൽ നമ്മൾ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഓർക്കുന്നുണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അടിസ്ഥാന സൗകര്യ വികസനം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് ഈ 75 ഇയർ പ്ലാൻ ഫോളോ ചെയ്തത് കൊണ്ട് ഇതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ട്രാൻസ്പോർട്ടേഷനിലും അല്ലെ ഗതാഗത രംഗത്തും അതുപോലെ വാർത്താവിനിമയ രംഗത്തും പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 75 ഇയർ പ്ലാൻ പീരീഡിൽ ഇന്ത്യ ഗതാഗത രംഗത്തും വാർത്താവിനിമയ രംഗത്തും എന്ത് കൈവരിച്ചു? പുരോഗതി കൈവരിച്ചു. പ്രത്യേകിച്ച് എന്താണ്? IT ഡെവലപ്മെന്റ്, ITയുടെ വികാസം ആരംഭിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അല്ലെ ഇൻഫർമേഷന്റെ വിവര സാങ്കേതിക വിദ്യയുടെ തുടക്കം കുറിക്കുന്നത് എല്ലാം ഈ 75 ഇയർ പ്ലാൻ പീരീഡിലാണ്. 75 ഇയർ പ്ലാൻ പീരീഡിലാണ് നമ്മൾ IT ഡെവലപ്മെന്റ്സിന് തുടക്കം കുറിക്കുന്നത്. ഇനി നോക്ക്, ഈ സമയത്ത് ടെക്നിക്കൽ അഡ്വൈസർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആ സമയത്ത് പ്രധാനമന്ത്രിയുടെ രാജീവ് ഗാന്ധിയുടെ ടെക്നിക്കൽ ഈ 75 ഇയർ പ്ലാൻ പീരീഡിൽ എന്താണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്? തീർച്ചയായിട്ടും ആരുടെ കീഴിലാണ്? രാജീവ് ഗാന്ധിയുടെ കീഴിലാണ്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ ടെക്നിക്കൽ അഡ്വൈസർ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ആരാണ്? സാം പിത്രോഡ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. 75 ഇയർ പ്ലാൻ പീരീഡിൽ ഈ ട്രാൻസ്പോർട്ടേഷനിലും ടെലികമ്മ്യൂണിക്കേഷനിലും ഇത്രയും പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് ആരുടെ ഉപദേശം കൊണ്ടാണ്? ആ സമയത്ത് ടെക്നിക്കൽ അഡ്വൈസർ ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു ആര്? സാം പിത്രോഡ. ആ സാം പിത്രോഡയുടെ ടെക്നിക്കൽ അഡ്വൈസിന്റെ പിൻബലത്തിലാണ് 75 ഇയർ പ്ലാൻ പീരീഡിൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ സാധിച്ചത്? ട്രാൻസ്പോർട്ടേഷനിലും ടെലികമ്മ്യൂണിക്കേഷനിലും എന്ത് പുരോഗതി നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഓർക്കുക, ഈ രാജീവ് ഗാന്ധിയുടെ ടെക്നിക്കൽ അഡ്വൈസർ ആയിരുന്നു ആര്? സാം പിത്രോഡ. അദ്ദേഹത്തിന്റെ അഡ്വൈസസിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വൈസിന്റെ പിൻബലത്തിലാണ് ഗതാഗത രംഗത്തും വാർത്താവിനിമയ രംഗത്തും പുരോഗതി നേടിയെടുക്കാൻ സാധിച്ചത്. ഓർക്കുമല്ലോ. അപ്പോൾ 75 ഇയർ പ്ലാൻ പീരീഡിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ ടെക്നിക്കൽ അഡ്വൈസർ ആയിരുന്നു ആര്? സാം പിത്രോഡ. ഓക്കെ. ഇനി ഇന്ത്യ ഇനിഷ്യേറ്റഡ് ആനുവൽ പ്ലാൻസ് ഡ്യൂറിംഗ് ദ പീരീഡ് 1990 to 1992. 1990 മുതൽ 92 വരെയുള്ള പീരീഡിൽ ആനുവൽ പ്ലാൻസ്. അപ്പോൾ നമുക്ക് ഈ 75 ഇയർ പ്ലാൻ അങ്ങ് കഴിഞ്ഞു. VP സിംഗ് വന്നതോടുകൂടിയല്ല,
90 85 90 അല്ലേ പീരീഡ്, ആ പീരീഡിൽ അങ്ങ് 7 to 5 ഇയർ പ്ലാൻ കഴിഞ്ഞു. എന്നാൽ പിന്നീട് 8 to 5 ഇയർ പ്ലാൻ 90 മുതൽ 95 വരെ വരേണ്ടതാണ്. പക്ഷേ 90 മുതൽ 92 വരെ നമ്മൾ എന്ത് ചെയ്തില്ല, ഈ സമയത്ത് 5 ഇയർ പ്ലാൻസിന് നമ്മൾ ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. എന്ന് വെച്ചാൽ പ്ലാൻ നടപ്പിലാക്കില്ല, 5 ഇയർ പ്ലാൻ ഇനിഷ്യേറ്റ് ചെയ്തില്ല. ഏത് പീരീഡിലാണ്? ഫ്രം 1990 to 92, ഫ്രം 1990 to 1992, 90 മുതൽ 92 വരെ. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് സിവിയർ ഇക്കണോമിക് ക്രൈസിസ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. അതായത് 7 to 5 ഇയർ പ്ലാന്റ് അവസാനമായപ്പോഴേക്കും ഇന്ത്യയിൽ എന്തുണ്ടായി? കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ്, വിദേശ നാണ്യത്തിന്റെ പ്രതിസന്ധി, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് വെച്ചാൽ അടവുശിഷ്ട പ്രതിസന്ധി എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്തില്ല, എക്സ്പോർട്ട് റവന്യൂ കുറയുകയും ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ കൂടുകയും, അല്ലെ, കയറ്റുമതി വരുമാനം കുറയുകയും ഇറക്കുമതി ചിലവ് കൂടുകയും ചെയ്ത് അതിനെയാണ് പറയുന്നത് അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയും, അല്ലെ, അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറയും, അടവുശിഷ്ട പ്രതിസന്ധി. ഇങ്ങനെയുള്ള സിവിയർ ഇക്കണോമിക് ക്രൈസിസ്, അതുപോലെ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം, ഇതൊക്കെ ഇന്ത്യ ഫേസ് ചെയ്തു. ഏത് സമയത്ത്? ഈ 80കളുടെ അവസാനമായപ്പോൾ. അങ്ങനെ ഇന്ത്യ 90, 91, 92 പീരീഡിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങി. അതിന്റെ ഫലമായിട്ട് നമുക്ക് 5 ഇയർ പ്ലാൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ 90, 92 പീരീഡിൽ നമ്മൾ ആനുവൽ പ്ലാൻസ് ആണ് നടപ്പിലാക്കി. ഓർക്കുക, എന്താണ്ട് ആനുവൽ പ്ലാൻസ് ആണ് നടപ്പിലാക്കിയത്. അതിന് കാരണം എന്താണ്? കാരണം പഠിക്കണം. 90, 92 നമ്മൾ ആനുവൽ പ്ലാൻസ് അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് ഇനിഷ്യേറ്റ് ചെയ്യാത്തതിന് കാരണം സിവിയർ ഇക്കണോമിക് ക്രൈസിസ്. ആ സമയത്താണ് 90കളിൽ എന്തുണ്ടാകുന്നത്? ഗൾഫ് വാറൊക്കെ ഉണ്ടാകുന്നത്, ഇറാഖും കുവൈറ്റും തമ്മിൽ. ഇതൊക്കെ ഇന്ത്യയെ വലിയ തോതിൽ അഫക്ട് ചെയ്തു. അതുപോലെ എന്താണ്, അതുവരെയുള്ള പോളിസീസ് ഒക്കെ എന്താണ്, നമ്മളെ വികലമായ പോളിസീസ് ആയിരുന്നു കുറേയൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഇന്ത്യയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു. ഇനി നോക്ക്, ദ ഗ്രോത്ത് ടാർഗറ്റ് വാസ് 5%. നമ്മുടെ ഗ്രോത്ത്, ഈ 7 to 5 പ്ലാന്റെ ഗ്രോത്ത് ടാർഗറ്റ് എത്രയായിരുന്നു? 5% ആയിരുന്നു. ആൻഡ് ആക്ച്വൽ അച്ചീവ്മെന്റ് വാസ് 6%. അപ്പോൾ ഗ്രോത്ത് ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് 5%, അച്ചീവ് ചെയ്ത് എത്രയാണ്? 6%. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? 7 to 5 പ്ലാൻ ഒരു പുരോഗതിയായിരുന്നു. അവസാന ഘട്ടമായപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ എങ്കിലും ഓവറാൾ നമ്മൾ നോക്കിയാൽ, ആ 7 to 5 പ്ലാൻ ഓവറാൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ടാർഗറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാൻ ആർക്ക് സാധിച്ചു? ഈ 7 to 5 പ്ലാൻ പീരീഡിൽ നമുക്ക് സാധിച്ചു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? 7 to 5 പ്ലാൻ വാസ് എ സക്സസ്, അല്ലെ? 7 to 5 പ്ലാൻ എന്തായിരുന്നു? ഒരു വിജയമായിരുന്നു എൻ്റെ അർത്ഥം, അല്ലേ? കാരണം ടാർഗറ്റ് ചെയ്ത 5% ആണ്, അച്ചീവ് ചെയ്ത 6% ആണ്. അതിൻ്റെ അർത്ഥം 7 to 5 പ്ലാൻ ഒരു സക്സസ് ആയിരുന്നു, ഒരു വിജയമായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. മറക്കരുത്, ടാർഗറ്റ് ചെയ്തത് 5%, ആക്ച്വലി അച്ചീവ് ചെയ്തതാണ് 6% ആണ്. ഓക്കെ, നോക്ക്, the plan was very successful as economy recorded 6% growth rate against targeted 5% with the decade of 80s struggling out of the Hindu rate of growth. അപ്പോൾ നോക്ക്, the plan was very successful. ഞാൻ പറഞ്ഞില്ലേ, plan was very successful. അതിന് കാരണം എന്താണ്? ഇക്കോണമി റെക്കോർഡഡ് 6% ഗ്രോത്ത് റേറ്റ്. ഇക്കോണമിയിൽ എന്ത് രേഖപ്പെടുത്തി? 6% ഗ്രോത്ത് റേറ്റ് രേഖപ്പെടുത്തി. എഗെയിൻസ്റ്റ് ടാർഗറ്റഡ് 5%. ടാർഗറ്റ് ചെയ്തതിനേക്കാൾ, അല്ലെ, ടാർഗറ്റ് ചെയ്ത 5%, അതിനേക്കാൾ ഗ്രോത്ത് റേറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഏത് ഡിക്കേഡിൽ? വിത്ത് ദ ഡിക്കേഡ് ഓഫ് 80s. ഏത് സമയത്താണ് ഇത് നേടിയെടുക്കുന്നത്? വിത്ത് ദ ഡിക്കേഡ് ഓഫ് 80s, 80കളില്. 80കളുടെ പ്രത്യേകത എന്താണ്? സ്ട്രഗ്ലിംഗ് ഫ്രം ദ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് നമ്മൾ മുൻ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഒന്നുകൂടി പറഞ്ഞുതരാം. ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് 80കളിൽ, കൃത്യമായി പറഞ്ഞാൽ 50 തൊട്ട് 80 വരെയാണ് പറയുന്നത്. 50 തൊട്ട് 1950 തൊട്ട് 80 വരെ, കൃത്യമായിട്ട് 80കളുടെ അവസാനം, 80കളിൽ. അപ്പോൾ എന്താണ് 80കളിൽ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്? എന്താണ്? ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആ കാലഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1950 തൊട്ട് 80 വരെ, 50 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആവറേജ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരുന്നു. 3.5%. 3.5% ആയിരുന്നു. ചില ടെക്സ്റ്റുകൾ 3.4 എന്ന് പറയുന്നുണ്ട്. 3.5 ആണ് കറക്റ്റ്. 3.5%. 3.5% ആയിരുന്നു ഈ 30 വർഷ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആനുവൽ ഗ്രോത്ത് റേറ്റ്, വാർഷിക വളർച്ചാ നിരക്ക്. അപ്പോൾ 50 തൊട്ട് 80 വരെയുള്ള ഇന്ത്യയുടെ വാർഷിക വളർച്ചാ നിരക്ക്, വാർഷിക ശരാശരി വളർച്ചാ നിരക്ക് എടുത്താൽ എത്രയാണ്? 3.5%. ഇതെന്തായിരുന്നു? വാസ് വെരി ലോ. മനസ്സിലായില്ലേ? ഇത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുന്നതാണ് രാജ്കൃഷ്ണ എന്ന് പറയുന്ന ഇന്ത്യൻ ഇക്കോണമിസ്റ്റ്. ഇതിനെ എന്തായിട്ട് വിശേഷിപ്പിക്കുന്നു? ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ലോ ഗ്രോത്ത് റേറ്റിനെയാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഒരിക്കലും നമുക്കിതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. 5 ഇയർ പ്ലാൻസ് കൊണ്ടുവരുന്നു, ചില 5 ഇയർ പ്ലാൻസ് വിജയിക്കുന്നു. പക്ഷേ എന്താണ്? ഈ 50 തൊട്ട് 80 വരെയുള്ള പീരീഡിൽ വളരെ ആവറേജ് ഗ്രോത്ത് റേറ്റ് 3.5. അതിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു 3.5 ഗ്രോത്ത് റേറ്റ്, അല്ലെങ്കിൽ എങ്ങനെ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്തിൽ നിലനിൽക്കുന്ന സമയത്താണ്
നമ്മുടെ ഏത് 7-5 ഇയർ പ്ലാനിൽ നമ്മൾ 6% ഗ്രോത്ത് റേറ്റ് നേടിയെടുക്കുന്നത്. ഇത് ഈ 3.5 എന്ന് പറഞ്ഞാൽ ഓർക്കുക 50 തൊട്ട് 80 വരെയുള്ള പീരീഡിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നു ഡിക്കേഡ് ഓഫ് 80s എന്താണ് 80കളിലൊക്കെ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്. 80കളിൽ 50കളിൽ 60കളിൽ 70കളിൽ 80കളിലൊക്കെ വരുമ്പോൾ എന്താണ് ഓവറാൾ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് വിളിക്കും. അപ്പോൾ ആ ഹിന്ദു വളർച്ചാ നിരക്കിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ വളർച്ചാ നിരക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ച ഒരു 5 ഇയർ പ്ലാൻ ആയിരുന്നു എന്ന് പറയുന്നത് 7-5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 7-5 ഇയർ പ്ലാൻ വാസ് എ സക്സസ്. 7-5 ഇയർ പ്ലാൻ എന്തായിരുന്നു? ഒരു സക്സസ് ആയിരുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി the term Hindu rate of growth was coined by the Indian economist Professor Raj Krishna. ഇത് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഈ അലസമായ അല്ലെങ്കിൽ സ്ലോ ഫേസിലുള്ള ഈ വളരെ പതുക്കെയുള്ള ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? പ്രൊഫസർ രാജ് കൃഷ്ണ എന്ന് പറയുന്ന ഇന്ത്യൻ ഇക്കോണമിസ്റ്റ് ആണ്. മറക്കരുത്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രൊഫസർ രാജ് കൃഷ്ണയാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഹിന്ദു വളർച്ചാ നിരക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്ടേ? പ്രൊഫസർ രാജ് കൃഷ്ണയാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൂടി ഇവിടെ പറയാൻ കാരണം ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഉയർന്ന വളർച്ചാ നിരക്ക് നേടിയെടുക്കാൻ ഏതിന് സാധിച്ചു? 7-5 ഇയർ പ്ലാനിൽ സാധിച്ചു. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പ്രൊഫസർ രാജ് കൃഷ്ണ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം പറയുന്നത് എത്രയായിരുന്നു ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ്? 3.5 ആയിരുന്നു ഇന്ത്യയുടെ ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7-5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ആനുവൽ പ്ലാൻസിന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചല്ലേ. 7-5 ഇയർ പ്ലാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് 90-92 പീരീഡിലാണ് ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കി. കാരണം ആ 5 ഇയർ പ്ലാൻസ് ഇനിഷ്യേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് 5 ഇയർ പ്ലാൻസ് അടുത്ത 8th 5 ഇയർ പ്ലാൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്ടേ? പറഞ്ഞേ എന്തുകൊണ്ടാണ്? കാരണം ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടായി അല്ലേ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ ആനുവൽ പ്ലാൻസ് നോക്കാം നമുക്ക്. The plan that followed the 7-5 year plan, annual plan. ഈ ആനുവൽ പ്ലാൻസ് ഏതിനെ പിന്തുടർന്നുകൊണ്ടല്ല, ഏതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ്? 7-5 ഇയർ പ്ലാനിന് ശേഷമാണത്. ഓക്കെ. ദ പീരീഡ് ഓഫ് ആനുവൽ പ്ലാൻ ചോദിച്ചാൽ 2 ആനുവൽ പ്ലാൻസ് ഉണ്ട്. ഒന്ന് 1991 ഒന്ന് 91-92. 90-91 ഫിനാൻഷ്യൽ ഇയറിലും 91-92 ഫിനാൻഷ്യൽ ഇയറിലുമാണ് ആനുവൽ പ്ലാൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2 വർഷം. ഓക്കെ. August 30, 1990 നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് കെയിം ടു ഫോഴ്സ്. അപ്പോൾ ഈ ആനുവൽ പ്ലാൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 1990 ഈ ആനുവൽ പ്ലാൻസിന്റെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു നിയമം പാസ്സാക്കപ്പെടുന്നുണ്ട്. എന്താണിത്? August 30, 1990 ഒരു പ്രത്യേക നിയമം വരുന്നു. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട്. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം വരികയാണ്. മനസ്സിലായില്ലേ? അതായത് ദേശീയ വനിതാ കമ്മീഷൻ ആക്ട് നിയമം, ദേശീയ വനിതാ കമ്മീഷൻ നിയമം. ആ നിയമത്തിലൂടെയാണ് വനിതാ കമ്മീഷൻ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് എന്ന് പറയുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ August 30, 1990 അത് 7-5 ഇയർ പ്ലാൻ പീരീഡിലാണോ എന്ന് ചോദിച്ചാൽ ആണോ? അല്ല, അത് ആനുവൽ പ്ലാൻസിന്റെ സമയത്താണ്, വാർഷിക പദ്ധതികളുടെ സമയത്താണ്. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് 1990 August 30 എന്ത് വരികയാണ്? നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് വരുന്നു. വിമൻ ആക്ട് കെയിം ടു ഫോഴ്സ്, പ്രാബല്യത്തിൽ വരുന്നു. ഇത് നോക്ക്. ഇനി ന്യൂ ഇക്കണോമിക് പോളിസി. അടുത്ത നോക്ക്, ന്യൂ ഇക്കണോമിക് പോളിസി. അപ്പോൾ 91 മറ്റൊരു, അപ്പോൾ 90 ഒരു പ്രത്യേകത പറഞ്ഞു. ആനുവൽ പ്ലാൻസിൽ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് പ്രാബല്യത്തിൽ വരുന്നു. 91 മറ്റൊരു പ്രത്യേകത, ഈ ആനുവൽ പ്ലാൻസിലെ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പുത്തൻ സാമ്പത്തിക നയം, NEP. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? NEP സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. NEP ന്യൂ ഇക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 91 ആനുവൽ പ്ലാൻസിന്റെ സമയത്താണ്. നോക്ക്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് കോസ്ഡ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ പ്രേരകമായിട്ടുള്ള, ഇന്ത്യയിലെ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്രേരകമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയെന്ന് ചോദിക്കും. സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ആരുടെയൊക്കെ പ്രേരണയാലാണ്? ഏതൊക്കെ ഇന്റർനാഷണൽ ഏജൻസീസിന്റെ പ്രേരണയാലാണ്? ഏതൊക്കെ അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രേരണയാലാണ് ഇന്ത്യയിൽ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? വേൾഡ് ബാങ്ക് ആൻഡ് IMF. വേൾഡ് ബാങ്ക് ആൻഡ് IMF, ലോക ബാങ്കിന്റെയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെയും
ഉപദേശപ്രകാരമാണ് ഇന്ത്യയിൽ 1991 ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്ക് എന്തൊക്കെയാണ് ഈ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ പ്രത്യേകതകളെന്ന് നോക്കാം. ന്യൂ ഇക്കണോമിക് പോളിസി ഇൻക്ലൂഡ്സ് 3 പ്രധാനപ്പെട്ട റിഫോംസ് ആണ് ഇതിൽ വരുന്നത്. റിഫോംസ് എന്ന് വെച്ചാൽ എന്താണ്ടേ? റിഫോംസ്, പരിഷ്കാരങ്ങൾ. റിഫോംസ് എന്താണ്? പരിഷ്കാരങ്ങൾ. 3 പ്രധാനപ്പെട്ട റിഫോംസ് ആണ് ഈ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടുള്ളത്. പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? 1 ലിബറലൈസേഷൻ, 2 പ്രൈവറ്റൈസേഷൻ, 3 ഗ്ലോബലൈസേഷൻ. നമുക്ക് ചുരുക്കി എന്തെന്ന് വിളിക്കാം? LPG. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇതാണ് ന്യൂ ഇക്കണോമിക് പോളിസിയുടെ കമ്പോണൻസ്. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. എന്താണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിലാക്സിംഗ് ലോസ്, റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. റിലാക്സിംഗ്, അയവ് വരുത്തുക, ഇളവ് കൊടുക്കുക. എന്തില്? ലോസ്, നിയമങ്ങളിൽ. റൂൾസ് അല്ലേ, റൂളുകളിൽ. അതുപോലെ റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങളിൽ. അപ്പോൾ നിയമങ്ങളിൽ, റൂളുകളിൽ, അതുപോലെ നിയന്ത്രണങ്ങളിൽ, റെസ്ട്രിക്ഷൻസ് അല്ലെ, നിയന്ത്രണങ്ങളിലൊക്കെ എന്താണ്? ഇളവ് കൊടുക്കുക എന്ന് വെച്ചാൽ അതുവരെ ഉള്ള നിയമങ്ങളിൽ, നമ്മുടെ രാജ്യത്തേക്കുള്ള കർക്കശമായ നിയമങ്ങളിൽ, കർക്കശമായ റൂൾസ്, കർക്കശമായ റെസ്ട്രിക്ഷൻസിലൊക്കെ ഇളവ് വരുത്തുക. പ്രത്യേകിച്ച് ഉൽപാദനവുമായി ബന്ധപ്പെട്ട്, വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട്, നിക്ഷേപവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഇളവ് കൊടുക്കുക. ഇതിനെ പറയുന്ന പേരാണ് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. അപ്പോൾ ഉദാരവൽക്കരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? റിലാക്സിംഗ് ലോസ്, റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് പ്രൈവറ്റൈസേഷൻ? allowing the participation of the private sector. Allowing the participation of the private sector. Allowing the participation of the private sector എന്ന് പറഞ്ഞാൽ ആരുടെ പങ്കാളിത്തം കൂടി അനുവദിക്കുക? പ്രൈവറ്റ് സെക്ടറിന്റെ പങ്കാളിത്തം കൂടി അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അതുവരെ എന്താണ്? നമ്മുടെ വ്യവസായ രംഗത്ത് പബ്ലിക് സെക്ടറിനാണ് മൊണോപ്പൊളി. മൊണോപ്പൊളി മീൻസ് കുത്തക അവകാശം, കുത്തക അധികാരം പബ്ലിക് സെക്ടറിനാണ്, മീൻസ് ഗവൺമെന്റ് സെക്ടറാണ്. അവിടേക്ക് ആരുടെ പാർട്ടിസിപ്പേഷൻ അനുവദിക്കുക? പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻ അനുവദിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രൈവറ്റൈസ് ചെയ്യുക, സ്വകാര്യവൽക്കരിക്കുക. അതാണ് പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് ഗ്ലോബലൈസേഷൻ? ആഗോളവൽക്കരണം. ഓപ്പണിംഗ് അപ്പ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിറ്റ്വീൻ കൺട്രീസ്. രാജ്യങ്ങൾ എന്താണ്? നിയന്ത്രണങ്ങളില്ലാതെ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും അവസരമൊരുക്കും. ഓപ്പണിംഗ് അപ്പ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിറ്റ്വീൻ കൺട്രീസ്. രാജ്യങ്ങൾ തമ്മിൽ കയറ്റുമതിയിലും ഇറക്കുമതിയിലും എന്ത്? അത് ഓപ്പൺ ചെയ്യുക. നിയന്ത്രണങ്ങളില്ലാത്ത കയറ്റുമതിയും ഇറക്കുമതിയിലേക്ക് രാജ്യങ്ങളെ നയിക്കുക. ഇതാണ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. അപ്പോൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. LPG ഇത് എന്തിൻ്റെയാണ്? എന്തിൻ്റെ റിഫോംസ് ആണ്? എന്തിൻ്റെ ഭാഗമായിട്ടുള്ള റിഫോംസ് ആണ്? ന്യൂ ഇക്കണോമിക് പോളിസിയിലെ റിഫോംസ് ആണ്. ന്യൂ ഇക്കണോമിക് പോളിസി എന്നാണ് കൊണ്ടുവന്നത്? 1991 ഏത് പീരീഡിൽ? അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആനുവൽ പ്ലാൻസിൻ്റെ പീരീഡിലാണ്, വാർഷിക പദ്ധതികളുടെ പീരീഡിലാണ്. ഓക്കെ, ഇനി നോക്ക്. ഹൂ ഡ്രാഫ്റ്റഡ് ഇന്ത്യാസ് ന്യൂ ഇക്കണോമിക് പോളിസി? ആരാണ് ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയം ഡ്രാഫ്റ്റ് ചെയ്തത്? അതിന്റെ കരട് തയ്യാറാക്കിയത്, എഴുതി തയ്യാറാക്കിയത് ആരാണ്? കാരണം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പോളിസിയാണ് ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. കാരണം അതുവരെയുള്ള നയങ്ങളെല്ലാം നമ്മൾ പൊളിച്ചെഴുതുകയാണ്. അതുവരെ നമ്മൾ ഫോളോ ചെയ്തു വന്ന നയങ്ങളെല്ലാം മാറ്റി പുതിയ നയം കൊണ്ടുവരികയാണ്. അപ്പോൾ അത് ഡ്രാഫ്റ്റ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, മൻമോഹൻ സിംഗ്. ആരാണ്? മൻമോഹൻ സിംഗ് ആണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തത്. ആ സമയത്ത് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഇദ്ദേഹം. പ്രൈം മിനിസ്റ്റർ അല്ല, പിന്നീടാണ് പ്രൈം മിനിസ്റ്റർ ആകുന്നത്. മൻമോഹൻ സിംഗ് ആ സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. ദ ഫാദർ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി എന്നറിയപ്പെടുന്നത് ആരാണ്? ആ സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആര്? PV നരസിംഹറാവു. നമ്മൾ പറഞ്ഞില്ലേ, VP സിംഗിന്റെ കാര്യം പറഞ്ഞല്ലോ. 90 വരെ, രാജീവ് ഗാന്ധിക്ക് ശേഷം വളരെ കുറച്ചു കാലമാണ് VP സിംഗ് ഇരുന്നത്. എന്നാൽ VP സിംഗിന് എന്ത് നഷ്ടപ്പെടുന്നു? അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരികയാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ പിന്തുണ, മറ്റു പാർട്ടികൾ അദ്ദേഹത്തിന്റെ പിന്തുണ പിൻവലിക്കുന്നു. അങ്ങനെ ആ കൂട്ടുകക്ഷി മന്ത്രിസഭ നിലംപൊത്തുന്നു. അതിനുശേഷം നടന്ന ഇലക്ഷനിൽ ആര് വരികയാണ്? വീണ്ടും കോൺഗ്രസ് വരുന്നു. ആ കോൺഗ്രസ് മന്ത്രിസഭ വരുന്നു. ആരാണത്? PV നരസിംഹറാവു ആണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത്. ആരാണ്ടേ? PV നരസിംഹറാവു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരികയാണ്. PV നരസിംഹറാവു വരുന്നു. അദ്ദേഹമാണ് 91 എന്ത് കൊണ്ടുവരുന്നത്? ന്യൂ ഇക്കണോമിക് പോളിസി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഡ്രാഫ്റ്റ് ചെയ്ത് കരട് രൂപം തയ്യാറാക്കിയത് അന്ന് PV നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ആര്? മൻമോഹൻ സിംഗ്. അദ്ദേഹമാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തത്. പക്ഷേ ഇത് കൊണ്ടുവരുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ആരായതുകൊണ്ട്? നരസിംഹറാവു ആയതുകൊണ്ട് ഫാദർ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? PV നരസിംഹറാവു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആർക്കിടെക്ട് ഓഫ് ദ ന്യൂ ഇക്കണോമിക് പോളിസി, ഇന്ത്യൻ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ആർക്കിടെക്ട്, ശില്പി ആര് എന്ന് ചോദിക്കും. നമ്മളെ ഇന്ത്യൻ 5 ഇയർ പ്ലാൻസിന്റെ ആർക്കിടെക്ട് പറഞ്ഞില്ലേ,
അതുപോലെ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? മൻമോഹൻ സിംഗ്, ദെൻ ഫിനാൻസ് മിനിസ്റ്റർ. ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ആർക്കിടെക്ട് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി മറ്റാരുമല്ല, ആരാണ്ട്? മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ആയിരുന്നു ആർക്കിടെക്ട് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. ഇന്ത്യൻ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശില്പി മൻമോഹൻ സിംഗും പിതാവ് ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. 7th 5 ഇയർ പ്ലാൻ ആൻഡ് അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ആനുവൽ പ്ലാൻസ് കൂടി ആഡ് ചെയ്തു. അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സമാധാനമായിട്ട് ക്ലാസ് കേട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് പഠിക്കുക. തിരിഞ്ഞു പോകരുത്. നമ്മളിപ്പോൾ 7 5 ഇയർ പ്ലാൻ വരെ ആയി. അപ്പോൾ ഇതെല്ലാം കൂടി തിരിഞ്ഞു പോകരുത്, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്